ഞാൻ യഹോവ, ഐ ആം ജഹോവ. ദൈവം തമ്പുരാൻ തന്നെത്താനെ നമ്മുടെ മുമ്പിൽ വന്ന് അവനെ തന്നെ വെളിപ്പെടുത്തുന്നതാണ് ഈ ലോകത്തിലേക്കും വലിയ ഭാഗ്യം. അത് ഒരല്പ സ്നേഹം ദൈവത്തോട് കാണിച്ചാൽ ദൈവം ഓടി വരും. കോൾ അൺ ടു മീ, ഐ വിൽ കം നിയർ യു. റെസിസ്റ്റ് ദ ഡെവിൾ, ഹി വിൽ ഫ്ലീ ഫ്രം യു. നിർബന്ധമുള്ളൊരു കാര്യമാണ്. ഈ അയ്യോ എനിക്ക് വയ്യായേ, എന്നെക്കൊണ്ട് കഴിവില്ല എന്നൊക്കെ പറയുമ്പോഴേ ഓർക്കണം ദൈവാത്മാവ് മാറിപ്പോയെന്ന്. അതാണ് നമ്മൾ ഈ 12 ഗോത്രത്തിൽ നിന്ന് 12 ആളുകളെ, അതായത് ഗോത്രത്തലവന്മാരെ, അവരെ നോബിൾ, അതായത് ഉന്നതമായ പദവിയുള്ളവർ തന്നെയാണെന്നാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ ദൈവം തമ്പുരാൻ മോശയോട് പറഞ്ഞിട്ട് 12 പേരെ കനാൻ ദേശം നോക്കാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. ഇവരെ കനാൻ ദേശം പറഞ്ഞു നോക്കി വിട്ടേച്ച് അവർ പോയിച്ച് വിരിച്ചെന്നെന്താ പറയുന്നത്, അയ്യോ അവർ മല്ലന്മാരാണ്, അവരുടെ മുന്തിരി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നുണ്ട്, 2 പേര് പിടിച്ചിട്ടാണ് കൊണ്ടുവന്നത്, അവരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടിക്കിളിയായിരുന്നു. വെട്ടിക്കിളി എന്താ? വെട്ടിക്കിളി എന്ന് പറഞ്ഞിങ്ങനെ ചാടി പോകുന്നൊരു ചെറിയ സാധനം, ഇത്ര വലിപ്പം പോലും കാണൂല. അപ്പോൾ ഈ കനാനേറ്റ്സിൻ്റെ മുമ്പിൽ, അമാലേക്കരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വെട്ടിക്കിളികളാണ്. അവർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയെന്ന് ഇവർ പറയുക. അവരുടെ കാര്യം കൂടെ, ദൈവമക്കളെ ദൈവം പറഞ്ഞു വിട്ടിട്ട് അവിടെ ചെന്നപ്പോൾ അവർക്ക് വെട്ടുക്കിളിയാണെന്ന് തോന്നിയെങ്കിൽ നമ്മളൊട്ടും വിശേഷമല്ല. ഒരു കാര്യം ഒന്ന് ചെയ്യാൻ വയ്യാത്തതൊന്ന് പറയാമെന്ന് വരുന്നത് ഇപ്പം തന്നെ റെക്കോർഡിങ് എളുപ്പമല്ല, പക്ഷേ ദൈവം ചെയ്യുമെന്നുള്ള ഉറപ്പ് മനസ്സിൽ വരുമ്പോഴാണ് അത് ധൈര്യമായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാനൊക്കത്തില്ല, അവിടെ നിന്ന് പോകും. പക്ഷെ കർത്താവ് പറയുന്നത് ഞാൻ നിവർത്തിക്കും. ആര്? ദൈവം. അവൻ മുൻപേ പോകുമ്പം അവിടെയാണ് ഈ 12 പേര് പോയവരിൽ ജോഷുവയും കാലേബും മാത്രം, ഈ 12 മൂപ്പന്മാർ പോയിട്ട് രണ്ടേ പേരെ വിശ്വാസത്തിൽ ആത്മാവിൽ പോയിട്ടുള്ളൂ. ബാക്കിയുള്ളൊരു ജഡശക്തി പോയിച്ച് പറഞ്ഞു ഞങ്ങൾ വെട്ടുക്കിളിയാണ്. വെട്ടുക്കിളിക്ക് അങ്ങനെ ജയമെടുക്കാനോ? വെട്ടുക്കിളി അന്നേരമേ ചത്തുപോകത്തില്ലേ? വെട്ടുക്കിളിയായിട്ട് ജീവിക്കാനല്ലല്ലോ നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. കർത്താവ് പറയുന്നത് നീ ആരെ എന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ജോഷുവയും കാലേബും പറഞ്ഞു, ജോഷുവയ്ക്ക് അന്ന് 40 വയസ്സ്, പിന്നെ 40 വർഷം അതുകൊണ്ട് ഈ ദൈവത്തിന് കൊടുത്ത കനാൻ ദേശം ഒരു വാഗ്ദത്ത ഭൂമി എടുക്കാത്തതിന് ദൈവത്തിനാ കുഴപ്പം. ഓരോ മക്കളോട് പറയും പഠിക്കേണ്ട സമയത്ത് പഠിക്കേ, നീ വീട്ടിൽ ചുമ്മായിരുന്നു സമയം കളയാതെ. എന്നെ ഒരു പിശാച് വലിച്ചു താഴ്ത്തി. കഴിഞ്ഞ ദിവസം ഒരാൾ ഒന്ന് ചൊറിഞ്ഞു, കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്, പരീക്ഷ എഴുതുമ്പോൾ അവർക്ക് നല്ല മാർക്ക് കിട്ടത്തില്ല. ദുഷ്ടശക്തികൾ കുഞ്ഞുങ്ങളുടെ നന്മയെ തടസ്സപ്പെടുന്ന അടിച്ചു മാറ്റി കുഞ്ഞുങ്ങൾക്ക് വഴി തുറന്നു കൊടുക്കണം. അവിടെയാണ് നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം. അതുപോലെ ഞാൻ നടത്തും, ഞാനാകുന്നു വിടുവിക്കുന്നവൻ, ഞാൻ വീണ്ടെടുക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവം. പുറപ്പാടിൻ്റെ 6:2. കർത്താവിൻ്റെ ആത്മാവ് ഈ ആദ്യകാലങ്ങളിൽ ഉൽപ്പത്തി പുറപ്പാടൊക്കെ വരുമ്പോഴത്തേക്ക് കർത്താവ് ദൈവം തമ്പുരാൻ എന്ത് കഷ്ടപ്പെട്ട് അവനെ തന്നെ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതെന്ന്. ചില അപ്പന്മാർ അല്ലെ അമ്മമാർ, നമ്മുടെ അമ്മമാർ മക്കൾക്ക് വേണ്ടി ജീവിച്ചു കഴിഞ്ഞിട്ട് മക്കൾ ഒരു തരത്തിൽ മനസ്സിലാക്കത്തില്ല. അപ്പോൾ അമ്മമാരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നോ, ഈ മകൻ എന്നെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നെ ആരും അറിയുന്നില്ല എന്ന ഗതികെട്ട സംസാരം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് എന്നിലും നിങ്ങളിലും പരിശുദ്ധാത്മാവില്ലാത്തപ്പോഴാണ്. എന്നെ ആരറിയാൻ? ചിലർ കല്യാണം കഴിച്ച് ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ അയ്യോ ഞാൻ വിധവയായി. നീ വിധവയാണെന്ന് ആര് പറഞ്ഞു? ശ്രേഷ്ഠനായ ദൈവം നിൻ്റെ ആത്മാവിനെ മണവാളനായിട്ട് ഇന്നോളം നിന്നിട്ട് നീ വിധവയായിട്ട് ഒറ്റയായിട്ട് ജീവിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. അവൻ കൂടെ ഉണ്ട് എന്ന് പറയുന്ന എത്ര വിധവന്മാരുണ്ട്? ഇല്ല, ആരുമില്ല. നമ്മൾ തന്നെ ഒരു പ്രയാസം വരുമ്പോൾ എൻ്റെ ദൈവം കൂടെ ഉണ്ട് എന്ന് ധൈര്യമായിട്ട്. കർത്താവ് പറയുന്നത് പുറപ്പാടിൻ്റെ 6-ാം അധ്യായത്തിനകത്ത് 2 തൊട്ട് 9 വരെയുള്ള വാക്യമാണ് വായിക്കുന്നത്. പുറപ്പാട് 6:2. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്ത് എന്തെന്നാൽ, ഞാൻ യഹോവ ആകുന്നു. സർവശക്തനായ യഹ്വേ മീൻസ് സെൽഫ് എക്സിസ്റ്റിംഗ് ഗോഡ്. എന്നെ തന്നെ എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ദൈവത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കുക. ഐ എം ദ സെൽഫ് എക്സിസ്റ്റിംഗ്. ഞാൻ തനിയെ ഉണ്ടായവനാണ്. നിങ്ങൾ ആരും എന്നെ മനസ്സിലാക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങ് വിശ്വസിക്കുക. ഞാൻ അബ്രഹാമിന് ഞാൻ യഹോവയാകുന്നു. ഞാൻ അബ്രഹാമിന് ഇസ്ഹാക്കിന് യാക്കോബിന് സർവ്വശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. ദൈവം തമ്പുരാൻ്റെ തന്നെ പേര് പറഞ്ഞു കൊടുത്ത് മോശയെ പഠിപ്പിക്കുന്ന എന്തിനാ? വലിയൊരു ദൗത്യം ചെയ്യേണ്ടതുകൊണ്ട് അതിനുവേണ്ടി അവനെ ബലപ്പെടുത്തുകയാണ്. അതാണ് ദൈവം നമ്മളോട് ഇപ്പോൾ ചെയ്യുന്നത്. എന്തെല്ലാം പ്രശ്നം നിന്നെ മുമ്പിൽ ഉണ്ടോ എങ്കിലും നീ ഭയപ്പെടണ്ട, നീ ധൈര്യമായിട്ട് പോകെ. ഞാൻ യഹോവയാകുന്ന ദൈവം നിൻ്റെ കൂടെയുണ്ട്. അവർ പരദേശികളായി പാർത്ത കനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോടൊരു നിയമം. ഇതാണ് നമ്മൾ മനുഷ്യൻ്റെ വെട്ടുക്കിളികളോടെ ഈ പറയുന്നത്. വെട്ടുക്കിളിയാന്ന് ചിന്തിക്കുന്നതിനോട് ദൈവം പറയുന്നു ഞാൻ ചെയ്തു തരുമെന്ന്.
അപ്പോൾ ഈ 12 പേരിൽ ജോഷുവായും കാലേബും ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം നമ്മളൊന്ന് ചിന്തിച്ചു, ഈ 12 കല്ലുകളും, അത് 12 കല്ലാണല്ലോ ഇവർ, 12 പേരും ഒരുപോലെ പറയാണ്, നമുക്ക് കഴിവൊന്നുമില്ല, പക്ഷെ ദൈവമല്ലേ പറഞ്ഞത്, അവനല്ലേ പോകുന്നത്, അവൻ യഹോവയല്ലേ. അങ്ങനെ അങ്ങോട്ടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ സ്ഥിതി എന്ത് വ്യത്യാസമായിരുന്നേ. ഇതിപ്പോൾ നമ്മൾ അവരെ കുറ്റം പറയുന്നു. ഇന്നുള്ള ജീവിതത്തിലും നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളോട് കർത്താവ് പറയുകയാണ്, എന്താണ്, അവർ പരദേശികളെ പാർത്ത് കനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോടൊരു നിയമം ചെയ്തിരിക്കും. മിസ്രൈമ്യർ അടിമകളായിരിക്കുന്ന ഇസ്രായേൽ ജനക്കളുടെ ഞരക്കം ഞാൻ കേട്ടു. ദൈവം ഞരക്കം കേട്ടു, ഞാൻ കേട്ടു. എന്നിട്ടുണ്ട് എൻ്റെ നിയമം ഓർത്തിരിക്കുന്നു. അവൻ ഓർത്തിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്ന്, ഞാൻ യഹോവ. പറയേണ്ട 4 കാര്യം. 1, ഞാൻ യഹോവയാകുന്നു. ഞാൻ നിങ്ങളെ മിസ്രയീമിന്റെ ഊഴിയവേലിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമ വീണ് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശക്തി കൊണ്ടും ഞാൻ നിന്നെ വീണ്ടെടുക്കും. 2, ഞാൻ വീണ്ടെടുക്കും. ഞാൻ യഹോവയാണ്. 2-ാം പോയിൻ്റ്, ഞാൻ വീണ്ടെടുക്കും. 3-ാം പോയിൻ്റ്, ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. അതാണ് 3-ാം പോയിൻ്റ്. ഞാനാണ് എടുക്കുന്നതല്ല, നിങ്ങളുടെ മിടുക്കൊന്നുമല്ല. നിങ്ങളെ ഒന്നിനും കൊള്ളത്തില്ല, വെട്ടുക്കളിയാന്ന് പറഞ്ഞവരല്ലേ. ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും, ഞാൻ നിങ്ങളെ എൻ്റെ ജനമാക്കിക്കൊള്ളും, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. ഈ 4 കാര്യം നമ്മുടെ തലേയിൽ നിന്ന് മറക്കരുത്. നമ്മുടെ കുടുംബത്തിന് ഇത് എഴുതി കൊടുക്കും, നെറ്റിമേൽ എഴുതി വെക്കണം. ശത്രു വരുമ്പോൾ ഇത് എഴുതി വെച്ചിരിക്കണം. വീടിൻ്റെ മുമ്മരപ്പടിയിൽ എഴുതിയിരിക്കണം. അകത്തും പുറത്തും ഈ വചനം ഉണ്ടായിരിക്കണം. ഹൃദയത്തിനകത്ത് ധരിക്കണം, ഹൃദയത്തിന് പുറത്ത് ഇത് എഴുതി വെക്കണം. നമ്മുടെ തലയിൽ കർത്താവിൻ്റെ നെറ്റിയേൽ കയ്യേൽ റിസ്റ്റായിട്ട് ഒക്കെ കയറിട്ട് കെട്ടുന്നത് പോലെ എഴുതി വെക്കണം. ഞാൻ യഹോവയാകുന്നു, ഞാൻ വിടുവിക്കും, ഞാൻ വീണ്ടെടുക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവം. ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിന്നാൽ, അയാം ഹൂ അയാമെന്നും മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത് ദൈവം തമ്പുരാൻ തന്നെയാണ്. ഞാൻ എന്നെ തന്നെ അനാവൃതമാക്കി കാണിച്ചു കൊടുക്കുകയാണ്. എത്ര പേർക്ക് അറിയണം? ആഗ്രഹമുള്ളവരുടെ കൂടെ ഒന്ന് നിൽക്കുകയാണ്. യെശയ്യാ 42:21, 22 പറയുന്നത് ഇങ്ങനെയാണ്, യഹോവ തൻ്റെ നീതി നിമിത്തം ഉപദേഷ്ടത്തെ ശ്രേഷ്ഠമാക്കി മഹത്വീകരിക്കാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനം, അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങൾ അടച്ചിരിക്കുന്നു. അവർ കവർച്ചയായിപ്പോയി, ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളയായിപ്പോയി, മടക്കി തരിക എന്ന് ആരും പറയുന്നില്ല. വലിയ ദുഃഖമാണ്. ഓരോ കാര്യങ്ങളിലും പിശാച് വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെയൊക്കെ നശിപ്പിച്ചു കൊണ്ടുപോകുമ്പം ആരും ഇതിനു വേണ്ടി പറയാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളിൽ ഇതിന് ചെവി കൊടുക്കുന്നു? ദൈവം വേറൊരു പറയുന്നുണ്ട്, അതിനാൽ ഞാൻ തന്നെ എഴുന്നേറ്റ് ശത്രുവിനെ തോൽപ്പിക്കുമെന്ന്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്, ഇത് യെശയ്യാ 45 ആദ്യ ഭാഗം വളരെ പ്രധാനമാണ്. നമ്മൾ ഈ ദുഷ്ടയക്ഷികളെ പോലെ ശത്രു പിശാചുക്കൾ പല രൂപത്തിൽ, പാമ്പിൻ്റെ രൂപത്തിൽ തന്നെ ഇരിക്കുന്ന, കള്ളുകുടിയൻ്റെ രൂപത്തിൽ, ഡ്രങ്ക്സിൻ്റെ രൂപത്തിൽ ഒക്കെ വരുമ്പം ഏതെങ്കിലും ഒരു സ്ത്രീ ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് വചനം അയച്ച് നോക്കി, ഒരൊറ്റയൊരെണ്ണം നമ്മൾ മൂലം ചുറ്റുപാടുകൾ എത്ര പിശാചുക്കളാണ് ചത്തുപോകുന്നതെന്നറിയാമോ? എത്ര ദുർചിന്തകളാണ് നമ്മൾ വെട്ടിമാറ്റുന്നത്, എത്ര കുടുംബങ്ങൾക്ക് നമ്മൾ മൂലം വേലി കെട്ടുന്നതെന്നറിയാമോ? എൻ്റെ വേലി എന്താ പൊളിഞ്ഞു കിടക്കുന്നതെന്ന് ദൈവം ചോദിക്കുക. വചനം നിനക്ക് സമീപസ്ഥ അല്ലേ? എൻ്റെ വായിലില്ലേ? പുസ്തകം മുമ്പിൽ ഇരിപ്പില്ലേ? ഒരധ്യായം എടുത്ത് 3 പ്രാവശ്യം 5 പ്രാവശ്യം 7 പ്രാവശ്യം വായിച്ചാൽ നിൻ്റെ ഉള്ളിൽ ദൈവം സംസാരിക്കൂലേ? അതിൽ കൂടെ വെറുതെ ചുമ്മാതെ വേദപുസ്തകം തുറന്നാൽ പോലും ദൈവം സംസാരിക്കും. ഞാൻ ചില വചനങ്ങൾ എവിടാന്ന് അറിയത്തില്ല, ഞാനിങ്ങനെ ഓർക്കുന്നില്ലല്ലോ ഏത്, ഞാൻ ചുമ്മാ തുറക്കും. അതിപ്പോൾ ഒരു പ്രത്യേക കൃപയാണ്. അത് തുറക്കുന്നുണ്ട്, എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വരും. അതൊരു കൃപയാണ്. പണ്ട് എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന പലർക്കും ആ കൃപയുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ എന്തെങ്കിലും സംശയം വന്നാൽ ഇങ്ങനെ ചുമ്മാ അങ്ങോട്ട് തുറക്കും, അതെൻ്റെ മുമ്പിൽ വരും. എന്താ? ആത്മാവ് കൂടെ നിൽക്കുകയല്ലേ, അത്ര കൂടെ നിൽക്കുകയാണ് ആത്മാവ്. പ്രശ്നമില്ലെന്നല്ല, പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പ്രശ്നത്തിൻ്റെ മുമ്പിൽ ഉത്തരവും പോക്കുവഴിയും തരുന്നവനാണ്. 45:2 യഹോവ എൻ്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദൈവം, കോരേശ് എൻ്റെ ഇടയനാണ്, അവനെൻ്റെ ഹിതമൊക്കെ നിവർത്തിക്കുമെന്ന്, യെരൂശലേം പണിയപ്പെടുമെന്നും മന്ദിരത്തിന് അടിസ്ഥാനം ഇടുമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. അപ്പോൾ കോരേശിനെ കൊണ്ട് യെരൂശലേം 2ാമത് പണിയിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എൻ്റെ അഭിഷിക്തനാണ്. ഇപ്പോൾ ഇതാ, നമുക്ക് കോരേശ് വേണ്ട, നമ്മളോട് പറയുന്നതായിട്ട് എടുക്കാം. അവന് ജാതികളെ കീഴടക്കി, കണ്ട, ജാതീയ സ്പിരിറ്റ് നമ്മളെ കൊല്ലുന്നുണ്ട്. നമ്മൾ അറിഞ്ഞ് ദൈവമക്കളും ജാതീയ മക്കളും കൂടെ ചേരത്തില്ല. ഇല്ല എടുക്ക് ഇടയ്ക്ക് കുരിച്ച് നാട്ടുന്നു ഞാൻ. അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന്, കതകുകൾ അവർക്ക് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും
ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. എന്താണ്? ആരാ വലം കൈ പിടിച്ചിരിക്കുന്നത്? ദൈവം. ദൈവം പറയുകയാണ്, ജാതികളെ നീ കീഴടക്കും, രാജാക്കന്മാർ, അതായത് നിനക്കെതിരായിട്ട് വരുന്ന ശത്രു എത്ര വലുതാണെങ്കിലും ഞാൻ അവനെ തോൽപ്പിച്ചിരിക്കുന്നു. അത് ഞാനാണ് കൈക്ക് പിടിച്ചിരിക്കുന്നത്. അതായത് സിംഹത്തിൻ്റെ കുഞ്ഞ് സിംഹത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് ഞാനത് ചെയ്യടാന്ന് പറഞ്ഞാൽ കുരങ്ങൻ ഇങ്ങോട്ടും ചാടും അങ്ങോട്ടും ചാടും. കുഞ്ഞിനെ കണ്ടിട്ടൊന്നുമല്ല, കുരങ്ങൻ നോക്കുമ്പോൾ വലിയ സിംഹം പുറകിലിരിപ്പുണ്ട്. ആ വലിയവനായ സിംഹം നമ്മുടെ കൂടെ ഉണ്ടോ? ഉറപ്പുണ്ടോ? ഇല്ലെങ്കിൽ രാവിലെ ഉറപ്പിച്ചിട്ടേ വീട്ടിന് പുറത്തോട്ട് ഇറങ്ങാവൂ. ദൈവമേ എന്നെ സൂക്ഷിച്ചോണമേ. അവർ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം അങ്ങനെയും കേൾക്കും. ഈ ടാഗിന്നെന്ന് പറയും. രണ്ടുപേര് ഗുസ്തി പിടിക്കുക. നമ്മുടെ റെസ്ലിങ്ങിനകത്തൊക്കെ അവർ ആ കളത്തിനകത്ത് ഓരോ ശക്തി രണ്ടുപേരുടെയും സൈഡിൽ നിൽക്കുന്നു. പക്ഷെ ഒരാളെ മറ്റേയാളങ്ങ് ചവിട്ടി കൊല്ലാൻ തുടങ്ങുമ്പം ഈ കഷ്ടത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി അടി കൊള്ളുന്നവൻ പുറത്ത് നിൽക്കുന്നവനെ കൈകൊണ്ട് തൊട്ടെങ്കിലേ അവനകത്ത് കയറാനൊക്കത്തുള്ളൂ. ഇറ്റ്സ് ഓൾ വാട്ട് വി ആർ ഡോമെന്ന് ബാക്കിയുള്ളവനെ അടിച്ച് തറപ്പിക്കും. ദൈവത്തെ തൊടാൻ എന്താ പാട്? ഭർത്താവ് അടുത്ത് സമീപസ്ഥനാണെന്ന് പറയുന്നുണ്ടല്ലോ. അവൻ പറയുന്നു, ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലെ തകർത്ത് ഇരുമ്പോടാമുകളെ കണ്ണിച്ചു കളയും ചെയ്യും. കർത്താവാണ് മുമ്പിൽ പോകുന്നു. ഇതിൻ്റെ വചനം മുൻപേ അയക്കുക. കിഴക്കെ പടിഞ്ഞാറ് വടക്കെ തെക്കെ പോയി പ്രവർത്തിക്കട്ടെ. പ്രവർത്തിച്ചിട്ടല്ലാതെ തിരിച്ചു നമ്മൾ വചനം അയച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളെ ഗുപ്തനിധികളെ എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ ഓമനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അതായത് ഈ വിധിയുടെ താഴ്വരയിൽ എന്തോ ചെയ്യണമെന്നറിയാതെ കഷ്ടപ്പെടുന്നവരോട് ദൈവാത്മാവ് പറയുക, ഞാൻ പോരെ നിനക്കെന്ന്. ഞാൻ പോരെ. അവൻ മതിയെന്ന് നമ്മൾ പറയണം. മതി. ഇത് രാജാവാണ് ചോദിക്കുന്നത്. രാജാവ് നമ്മളെ മാനിക്കുന്ന രാജാവാണ്. അവൻ്റെ കയ്യിലെ രാജദണ്ഡം ഒന്ന് പൊക്കിയാൽ ദൂതഗണങ്ങൾ, അസംഖ്യം ദൂതഗണങ്ങൾ വന്ന് ശത്രുവിനെ ഇല്ലാതാക്കി നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ചിലർക്ക് പിശാചിനെയും ശത്രുവിനെ അടിച്ചു മാറ്റാനുള്ള കൃപയും വരവും കൂടുതൽ ഞാൻ കാണുന്നു. എല്ലാവർക്കും തന്നിട്ടുണ്ട്, പക്ഷെ ചിലർ കൂടുതൽ. ചിലർക്ക് സ്തുതിപ്പാണ്. അപ്പോൾ എല്ലാവരെയും ആവശ്യമുണ്ട്. ചിലർ വീട് പണിയും. നെഹമ്യാവ് യെരുശലേമിന് ചുറ്റും മതിൽ പണിതപ്പം ഒരു കയ്യിൽ വാളും മറ്റേ കയ്യിൽ ഇഷ്ടിയും വെച്ച് അവർ പണിത്. അപ്പോൾ യുദ്ധത്തിന് റെഡിയായിക്കൊണ്ടാണ് വീട്. എല്ലാ വീടും പണിയുന്നത് ഇങ്ങനെയാണ്, ചെറുതും വലുതും ഒരുപോലെ. ദൈവസന്നിധി ഞാൻ യഹോവയാകുന്ന നിങ്ങൾ മനസ്സിലാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഭവനങ്ങളെ ഏൽപ്പിച്ചു തരുന്നതാണ്. നീ വലിയവനായ ദൈവമെന്ന് ഞങ്ങളെ കാണിച്ചു തന്നതിന് സ്തോത്രം. ഉന്നതനായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടും. സ്വർഗാതിസ്വർഗത്തിലിരിക്കുന്ന ദൈവം പറയുന്നു, ഞാനാണ് നിങ്ങളുടെ ദൈവം. ഞാൻ നിങ്ങളെ മാനിക്കുന്ന ദൈവമാണ്. ഞാൻ യഹോവയാകുന്നു. ഞാൻ വിടുവിക്കുന്ന ദൈവമാണ്. ഞാൻ വീണ്ടെടുക്കുന്ന ദൈവം. ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോയി ഞാൻ നിങ്ങളുടെ ദൈവമായി പ്രവർത്തിക്കും. എൻ്റെ മുമ്പിലുള്ള ഇരുമ്പാടാമുകളെ കണ്ണിച്ച് താമ്രവാതിലെ ഉടച്ചു മാറ്റി വഴിനിരപ്പാക്കി തരുന്ന ദൈവം എന്നോട് സംസാരിക്കുകയാണ്. അനേക മക്കളോട് സംസാരിക്കുകയാണ്. ഞാൻ നിന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചിരിക്കും. ഇരുട്ടിലെ നിക്ഷേപങ്ങളെ ഗുപ്തനിധികളെ ഞാൻ ഇതാ നിനക്ക് തന്നിരിക്കും. അകത്ത് വന്ന് കയറിയെടുത്തുകൊണ്ട് ധൈര്യമായിട്ട് പോവുക. അതായത് കൃപാസനത്തിലേക്ക് കടന്നു വന്ന് കാര്യങ്ങൾ വാങ്ങിച്ചെടുത്ത് ഭവനം പണിയാൻ തക്കമാണ്. നിൻ്റെ മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ജീവനില്ലാത്ത കല്ലുകൾ ജീവകല്ലുകളോട് ചേർത്ത് വെക്കുമ്പോൾ അതിനും ജീവൻ വെക്കുന്നു. അങ്ങനെ ഇന്ന് ജീവൻ വെപ്പിച്ച് തന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ദൈവത്തിൻ്റെ ആത്മാ പ്രവർത്തിച്ചതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.